Good evening, all. My name is Wasim Ahmed. I did my master's from Jawaharlal Nehru University in economics. I am a JRF holder in economics in 2024 December. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ മീൻ ഐ എം ഗോയിങ് ടു ഗിവ് an overview of various schools of economic thought in economics, starting from Mercantile School of Thought to the existing dominant neoclassical, new classical, new Keynesian, post Keynesian. ഓക്കെ, അപ്പൊ എക്കണോമിക്സിൽ മൾട്ടിപ്പിൾ സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ഹിസ്റ്റോറിക്കലി ഓരോ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ കണ്ടീഷൻ ഓർ കോൺക്രീറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് പല എക്കണോമിക്സ് ഐഡിയാസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. സംടൈംസ് എന്താണ് എക്സിസ്റ്റിംഗ് തിയറീസിന് ഒരു റെസ്പോൺസ് ആയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ചേഞ്ച് വന്നിട്ട്, അല്ലെങ്കിൽ ഓൾ ടുഗദർ ഡിഫറെന്റ് ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂ തന്നെ എന്താണ് ഡിഫറെന്റ് ആയിട്ട് ഹിസ്റ്റോറിക്കലി എന്തായിട്ടുണ്ട്, പലതരം സ്കൂൾസ് ഓഫ് തോട്ട് എക്കണോമിക്സിലുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു ഓവർവ്യൂ ആണ് ഈ ഡെമോ ക്ലാസ്സിൽ നോക്കുന്നത്. മെർക്കന്റൈൽ സ്കൂൾ ഓഫ് തോട്ട് മുതൽ ഇപ്പോഴുള്ള കറന്റ് ന്യൂ കെയ്ൻഷ്യൻ, ന്യൂ ക്ലാസിക്കൽ എക്കണോമിക് തോട്ട് വരെ നമ്മളൊന്ന് ഒരു ബ്രോഡലി ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. ഓക്കെ, സോ യെസ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുമാതിരി, എക്കണോമിക്സ് ആസ് എ സബ്ജക്ട് ബേസിക്കലി ഒരു ക്യാപിറ്റലിസം ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പീരീഡ് 17th-16th സെഞ്ചുറീസിൽ, ആ ഒരു പീരീഡിലാണ് ആക്ച്വലി എക്കണോമിക്സ് അല്ലെങ്കിൽ എന്താണ് സോഷ്യോളജി, സോഷ്യൽ സയൻസ് ഡിസ്റ്റിങ് സബ്ജക്ട്സുകളായിട്ട് എമർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്കണോമിക്സ് തോട്ട് ആയിട്ട് യു കുഡ് സ്റ്റിൽ ഗോ ബാക്ക് ടു അരിസ്റ്റോട്ടിൽ ആൻഡ് ഓൾ ടു ഗെറ്റ് എക്കണോമിക് ഐഡിയാസ് ആൻഡ് ഓൾ. ബട്ട് ആസ് എ തോട്ട് എക്കണോമിക് സബ്ജക്റ്റിൽ ഫസ്റ്റ് ആയിട്ട് പൊതുവെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്നത് മെർക്കന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ആണ്. റൈറ്റ്. സോ മെർക്കന്റലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് അറൌണ്ട് 16th-18th സെഞ്ചുറീസിലാണ് ഒരു ഡൊമിനന്റ് സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു. സോ ബേസിക്കലി ഇതിൽ തന്നെ ഇതിന്റെ ഒരു കീ ടേക്ക് അവേസ്, അപ്പൊ നമ്മൾ ഇതിൽ ബ്രോഡിൽ ഞാൻ പറഞ്ഞു ഓരോ സ്കൂൾ ഓഫ് തോട്ടിന്റെ കീ ടേക്ക് അവേസ് എന്ന് നോക്കും. അതിൽ തന്നെ ഓരോ സ്കൂൾ ഓഫ് തോട്ടിൽ തന്നെ ഡെവലപ്പ് ആയിട്ടുള്ള പല തിയറീസുകൾ ഉണ്ടാവും. ഇപ്പൊ ലെറ്റ്സ് സേ ഇപ്പൊ മോണിറ്ററി സ്കൂൾ ഓഫ് തോട്ടിൽ നമ്മൾ നോക്കുമ്പോണ്ട് ഈ ഫ്രീഡ്മാന്റെ മണി സപ്ലൈ തിയറി അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ തിയറി, ഇൻഫ്ലേഷൻ ഗ്രാഫ്, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ്. ഇത് ഒരു ഓവർവ്യൂ മാത്രമാണ്. ഓരോ സ്കൂൾ ഓഫ് തോട്ടും അതിന്റെ ഒരു ഹിസ്റ്റോറിക്കലി അതെങ്ങനെ എമോജ് ചെയ്യുന്നു, ഒരു ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും, അതുപോലെ തന്നെ അതിന്റെ ഒരു മേജർ ഫിലോസഫിക്കൽ ബേസും, അതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ മെർക്കന്റൈൽ സ്കൂൾ ഓഫ് തോട്ട് 16th-18th സെഞ്ചുറീസിൽ അപ്പൊ അവരുടെ മെയിൻ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവര് അഡ്വക്കേറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതാണ്. ഒരു കൺട്രിയുടെ വെൽത്ത് ഇൻക്രീസ് ആവുക എന്ന് പറയുന്നത് ആ ഒരു കൺട്രിയുടെ എക്സ്പോർട്ട് എപ്പോഴും ഇമ്പോർട്ടിനെക്കാളും കൂടുതലായി വരിക. സോ ദേ അഡ്വക്കേറ്റഡ് എവറി കൺട്രി ടു ഇൻക്രീസ് their export share and suppress import share. ഓക്കെ, ഇമ്പോർട്ട് ഷെയർ എന്താക്കുക, കുറയ്ക്കുക, എക്സ്പോർട്ട് കൂട്ടുക. അതുപോലെ തന്നെ അപ്പൊ ഈ എക്സ്പോർട്ട് കൂട്ടുക എന്നുള്ളതിന്റെ ഒരു ലോജിക് എന്താണെന്ന് വെച്ചാൽ വെനെവർ കൺട്രി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഗോൾഡ് എന്താവും, ഇൻഫ്ലോ നടക്കും. അപ്പൊ ഈ പ്രഷ്യസ് മെറ്റൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് എന്താകുക, ഒരു കൺട്രിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു കൺട്രി വെൽത്ത് റേസ് ആവുന്നത്. എന്താണ്, ആ കൺട്രി കൂടുതലായിട്ട് പ്രഷ്യസ് മെറ്റൽ വിച്ച് ഇസ് ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിൽ മെയിൻ ഒരു അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്രോഫിറ്റ്. ഇവർ ആർഗ്യൂ ചെയ്ത് എക്സ്ചേഞ്ചിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. സോ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയറിയാം, മെർക്കന്റലിസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മെർച്ചന്റ് ട്രേഡ് ആണ് ഡൊമിനേറ്റ് ചെയ്തിരുന്നത്. റൈറ്റ്. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു 70th ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം യൂറോപ്പിൽ എന്തായി, ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയി ക്യാപിറ്റലിസം. ഇൻ ദ സെൻസ് എന്താണ്, പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വന്ന് എല്ലാവരും ഫാക്ടറി സെറ്റപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയി. ഈ മെർക്കന്റലിസ്റ്റ് പീരീഡ് ഓഫ് ടൈമിൽ എന്താണ്, മെർച്ചന്റ് ആയിരുന്നു. കാരണം ഇവർ മെർച്ചന്റ് ആയിരുന്നു ഡൊമിനന്റ് ആക്ടേഴ്സ്. റൈറ്റ്. മെർച്ചന്റ് ക്യാപിറ്റലിസ്റ്റ് അവരെന്താണ്, ഒരു പ്രൊഡക്റ്റ് ലോ പ്രൈസിൽ എന്താക്കും, അവരുടെ ഒരു അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് ബൈ ചെയ്തിട്ട് അതൊരു ഹയർ പ്രൈസിൽ എന്താക്കും, സെൽ ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ എന്താണ്, പ്രോഫിറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. കാരണം എന്താണ്, ഇവർ ലോ പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നു, ഹൈ പ്രൈസിൽ സെൽ ചെയ്യുന്നു. അപ്പൊ ആ ഒരു പ്രൈസ് ഡിഫറൻസ് ആണ് ഇവരുടെ പ്രോഫിറ്റ്. ഓക്കെ, അതിനുശേഷമാണ് ഒരു മിഡ് 18th സെഞ്ചുറിയിൽ ഫസ്റ്റ് ഒരു ഫിസിയോക്രാറ്റിക് സ്കൂൾ വരുന്നത്. ഓക്കെ, ഇത് ഫ്രാൻസിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു മെയിൻ ഓതർ എന്ന് പറയുന്നത് ഫ്രാൻസ്വാ ക്വസ്നെ. ഓക്കെ, ഫ്രാൻസ്വാ കെസ്നെ ഒരു ഫ്രഞ്ച് ഓതറാണ്. അദ്ദേഹത്തിന്റെ ബുക്ക് വളരെ ഫേമസ് ആണ്, ദ ടാബ്ലു എക്കണോമിക്. നെറ്റിനും ഒക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടാബ്ലു എക്കണോമിക്. ഇതിൽ അദ്ദേഹം ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്തൊരു ബുക്കാണ്. അപ്പൊ ഇവരുടെ ആർഗ്യുമെന്റ് പറഞ്ഞാല് വെൽത്ത് അഗ്രികൾച്ചർ ആസ് എ സോൾ ആസ് ദ സോഴ്സ് ഓഫ് വെൽത്ത്. ഇൻ ദ സെൻസ് അഗ്രികൾച്ചർ മാത്രമേ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ.
ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് ഓർ ലക്ഷറീസ് പ്രൊഡക്റ്റ് ഒക്കെ എന്താണ് അൺയൂസ്ഫുൾ ആണ്. ഇൻ ദ സെൻസ് അതിന്റെ ലേബർ ഒക്കെ അൺയൂസ്ഫുൾ ആണ്, അൺപ്രൊഡക്റ്റീവ് ആണ്. ഐ ഷുഡ് സേ മോർ അൺപ്രൊഡക്റ്റീവ് ആണ്. അപ്പോൾ അഗ്രികൾച്ചർ മാത്രമാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അഗ്രികൾച്ചറൽ ലേബർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് മാത്രമാണ് ഇപ്പോൾ ഒരു കൺട്രിയുടെ വെൽത്ത് നോക്കുക എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം ആ കൺട്രി അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഓരോ സ്കൂൾ ഓഫ് തോട്ടും ഓരോ പെർട്ടിക്കുലർ ക്ലാസ് ഓറിയന്റഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയില്ല, മെർക്കന്റിലി സ്കൂൾ ഓഫ് തോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആ മെർച്ചന്റ് ക്യാപിറ്റലിസ്റ്റിന്റെ എന്താ പറയാ അവരുടെ ഒരു ക്ലാസ് അണ്ടർസ്റ്റാൻഡിംഗിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള സിസ്റ്റത്തെ എങ്ങനെ ആ ഒരു സ്റ്റാറ്റസ് കോവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊരു ഡൊമിനന്റ് സ്കൂൾ ഓഫ് തോട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ക്ലാസ് സ്ട്രക്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെർക്കന്റിലി സ്കൂൾ, അത് മെർച്ചന്റ് ക്യാപിറ്റലിസ്റ്റ്. ഫിസിയോക്രാറ്റിക്കലി വരുമ്പോൾ കുറച്ചുകൂടി അവരെന്താണ് ഫ്യൂഡൽതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അഗ്രികൾച്ചർ. കാരണം അവിടെയാണ് ഫ്യൂഡൽ സിസ്റ്റം അഗ്രികൾച്ചർ. ഇപ്പൊ ക്യാപിറ്റലിസം വരുമ്പോൾ എന്താവും, മെയിൻലി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ വരും, മാനുഫാക്ചർ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് വരും. അപ്പൊ ഇവിടെ എന്താണ് കുറച്ചുകൂടി ഒരു ഫ്യൂഡൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ ഫിസിയോക്രാറ്റിക് സ്കൂൾ എന്താണ് ആർഗ്യൂ ചെയ്യുന്നത്, അഗ്രികൾച്ചർ ആണ് സോഴ്സ് ഓഫ് വെൽത്ത്. അപ്പൊ അതിനുശേഷം 1776 ഫസ്റ്റ് എമേർജ് ചെയ്യുന്നതാണ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമി, വിച്ച് ഇസ് ക്ലാസിക്കൽ സ്കൂൾ. സോ ക്ലാസിക്കൽ സ്കൂൾ ബേസിക്കലി കൺഫ്യൂസിംഗ് ആണ്. രണ്ട് രീതിയിൽ ക്ലാസിക്കൽ സ്കൂൾ ഉണ്ട്, അത് ഞാൻ കെയ്ൻസിന്റെ വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് വരുന്നത് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിയാണ്. സോ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമി സ്റ്റാർട്ട് ചെയ്തത് വർക്കാണ് ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നാഷൻ 1776 വർക്കിലാണ് എന്താവുന്നത് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിയിൽ വരുമ്പോൾ ഇറ്റ്സ് ആസ് എ റെസ്പോൺസ് ടു മെർക്കന്റൈൽ സ്കൂൾ ഓഫ് തോട്ട് ആൻഡ് ആസ് വെൽ ആസ് ഫിസിയോക്രാറ്റിക് സ്കൂൾ. ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമി ഫസ്റ്റ് ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ മാത്രമല്ല, മാനുഫാക്ചർ പ്രൊഡക്ഷൻ എന്താണ് വാല്യൂ എംബെഡഡ് ആണ്. ഇൻ ദ സെൻസ് മാനുഫാക്ചർ ലേബറും എന്താണ് വാല്യൂ ക്രിയേറ്റിംഗ് കപ്പാസിറ്റിയുള്ള ലേബർ ആണ്. സോ ഇവരുടെ ഒരു ഇതിൽ അൺപ്രൊഡക്റ്റീവ് ലേബർ എന്ന് പറയുമ്പോൾ ഓൺലി സർവീസസ്, അതർ ലക്ഷൂറിയസ് പ്രൊഡക്ട്സ് ഒക്കെ ആണ് സർവീസസ് ആയി അൺപ്രൊഡക്റ്റീവ് ആയിട്ട് വരുന്നത്. പ്രൊഡക്റ്റീവ് ലേബർ എന്ന് പറയുമ്പോൾ എന്താണ് എനി കമോഡിറ്റി പ്രൊഡക്റ്റീവ് ആയിട്ട് ലേബർ എംപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ വാല്യൂ എംബെഡഡ് കമോഡിറ്റീസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ വെച്ചാൽ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിന്റെ ഒരു അവരുടെ ഒരു അനാലിസിസിൽ നിങ്ങൾ സ്മിത്തിനെയോ റിക്കാർഡോനോ അല്ലെങ്കിൽ ഈവൻ ജെയിംസ് മില്ലോ വില്യം പിറ്റി ആരെ റീഡ് ചെയ്താലും അവർ അനാലിസിസ് ക്ലാസ് ഓറിയന്റഡ് ആണ്. ഇൻ ദ സെൻസ് എന്താണ് ക്യാപിറ്റലിസ്റ്റ്, ലാൻഡ് ലോഡ്, വർക്കേഴ്സ്. ഓക്കെ, അവർ ക്ലാസ് അനാലിസിസ് അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ആണ് ഇവരുടെ സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്നത്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ലേബർ തിയറി ഓഫ് വാല്യൂ. വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെക്ഷനാണ് ലേബർ തിയറി ഓഫ് വാല്യൂ. അപ്പൊ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്, they wanted to find an invariant measure. Because, every പ്രൈസിനെ നോക്കുമ്പോൾ they argue that price is variable. അതായത് എന്താ ഡിമാൻഡിനെ സപ്ലൈനെ അനുസരിച്ച് പ്രൈസ് എന്താ വേരി ചെയ്യും. അപ്പൊ പ്രൈസിനെ വെച്ചൊരു അനാലിസിസ് നടത്തിയാൽ എന്താണ് എക്കോണമിക് റിയൽ ഇഷ്യൂസ് അല്ലെങ്കിൽ റിയൽ ഡെവലപ്മെന്റ് ഒന്നും പ്രൈസിൽ നിന്ന് കണ്ടെത്താൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ അവരെന്താക്കി ഒരു ഇൻവേരിയന്റ് മെഷർ വേണം. അതായത് ഏതൊരു കമ്മോഡിറ്റിക്കും പ്രൈസ് എന്താണ് അതിൽ നിന്ന് ഡീവിയേറ്റ് ആവുന്നു, ഓവർ ദ ഇയേഴ്സ് എന്താകും ഓവർ ദ ടൈം പ്രൈസ് എന്താക്കും ഈ ഒരു വാല്യൂയിലേക്ക് കം ബാക്ക് ഓർ എന്താണ് ഇതിലേക്ക് ഒരു ഇക്വിലിബ്രിയം ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു ഇൻവേരിയന്റ് മെഷർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അത് അവരെന്താണ് ലേബർ തിയറി ഓഫ് വാല്യൂ കൊണ്ടുവരുന്നത്. ഓരോ കമോഡിറ്റിയിൽ എത്രത്തോളം ലേബർ ഹവേഴ്സ് എംബഡിഡ് ആണോ അതാണ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നീടുള്ള ഒരു മെയിൻ ആർഗ്യുമെന്റ് എന്താ വെച്ചാൽ പ്രോഫിറ്റ് എന്താണ് പ്രൊഡക്ഷനിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കമോഡിറ്റി അതിന്റെ ഹയർ പ്രൈസിൽ സെല് ചെയ്യുമ്പോൾ പകരം പ്രൈസ് ഇതിലേക്ക് ഡീവിയേറ്റ് ആവും, പ്രൈസ് വാല്യൂയിൽ നിന്ന് ഡീവിയേറ്റ് ആവും, ബട്ട് eventually എന്താകും പ്രൈസ് വിൽ കം ബാക്ക് ടു ദ വിൽ ഈക്വൽ ദ വാല്യൂ. ഓക്കെ, അപ്പൊ അതാണ് പ്രോഫിറ്റ് പ്രൊഡക്ഷനിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നുള്ള ഇവർ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. സോ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിക്സ് സിൻസ് 1776 ടു മിഡ് 19th century. അവസാനത്തെ വർക്ക് ജെയിംസ് മില്ലിൻ്റെതാണ്. ജെയിംസ് മില്ല്, വില്യം പെറ്റി മുതൽ ജെയിംസ് മില്ല്. ആക്ച്വലി ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി നെയിം കൊടുക്കുന്നത് പിന്നീട് മാർക്സ് ആണ്. സോ മാർക്സിന്റെ റൈറ്റിങ്ങിന് മുന്നേ വരെ ഉള്ള ആ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്നത്. അതേ ഒരു ടൈം പീരീഡിൽ തന്നെ, അതായത് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി ഡൊമിനേറ്റ് ചെയ്ത ടൈം പീരീഡിൽ തന്നെ അതിനൊരു റെസ്പോൺസ് ആയിട്ട് വരുന്നതാണ് ഒരു മാർജിനലിസ്റ്റ് ട്രഡീഷൻ. സോ മിഡ് 19th century വരുന്നത്. സോ മാർജിനലിസ്റ്റ് ട്രഡീഷന്റെ ബേസിക്കലി നിങ്ങൾ അറിയാം ജെറമി ബെന്താമിന്റെ യൂട്ടിലിറ്റി തിയറി ഒക്കെ. അതിനുശേഷം ഈ എക്കണോമിക്സിലാണ് ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുന്ന ഈ യൂട്ടിലിറ്റി കൺസെപ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർജിനലിസ്റ്റ് ട്രഡീഷനിലാണ്. സോ ഒരു മിഡ് 19th century ഇവരെന്താണെന്ന് വെച്ചാൽ ക്ലാസിക്കൽ തിയറിക്ക് റെസ്പോൺസ് ആയിട്ട് ആർഗ്യൂ ചെയ്യും വാല്യൂ സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി ആകുമ്പോൾ വാല്യൂ ഒബ്ജക്റ്റീവ് ആണ്. അതായത് എത്രത്തോളം ലേബർ ഹവേഴ്സ് അതിലുണ്ടോ അതിനനുസരിച്ചാണ് അതിന്റെ വാല്യൂ ഡിറ്റർമൈൻഡ് ആവുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മാർജിനലിസ്റ്റ് ട്രഡീഷൻ ദേ ആർഗ്യൂ ദാറ്റ് വാല്യൂ സബ്ജക്റ്റീവ്. സോ ദേ ഡെവലപ്പ് എ സബ്ജക്റ്റീവ് തിയറി ഓഫ് വാല്യൂ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി, റൈറ്റ്? അതായത് ഇവരുടെ ആർഗ്യുമെന്റ് എന്താണ്,
ഒരു കമോഡിറ്റിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് അത് കൺസ്യൂം ചെയ്യുന്ന വ്യക്തിയുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ചാണ്. റൈറ്റ്? അപ്പം ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർക്ക് എന്തായിരിക്കാം ഒരു വാട്ടർ ചില പീരീഡ് ഓഫ് ടൈമിൽ എന്തായിരിക്കും ഹയർ യൂട്ടിലിറ്റി ആയിരിക്കും. ഓൾറെഡി എന്താണ് വിശന്നിരിക്കുമ്പോൾ ഫുഡ് എന്തായിരിക്കാം ഹയർ യൂട്ടിലിറ്റി തരാം. നോർമൽ കൺസെപ്റ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി എന്തോ. അപ്പൊ ഇവരുടെ ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വലിസം ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ സ്കൂളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി ക്ലാസ് അനാലിസിസ് ആണ്. സോ അതായത് ഒരു വർക്കേഴ്സ് ക്യാപിറ്റലിസ്റ്റ് ലാൻഡ് ലോഡ് അവരൊരു ഓവറോൾ ക്ലാസ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഒരു വർക്കറിന് വരുന്ന ആ ഒരു വർക്കർ ആസ് എന്താ പറയാ ഇൻഡിവിജ്വൽ അല്ല, പകരം ആസ് എ ക്ലാസ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് മാർജിനൽ ട്രഡീഷൻ എന്താണ് ഒരു മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വൽസ്, ക്ലാസ് അനാലിസിസ് ഇല്ല, എല്ലാവരും ഇൻഡിവിജ്വൽ ആണ്. സോ വെൻ യു ടേക്ക് എ ക്യാപിറ്റലിസ്റ്റ് ഈസ് ആഫ്റ്റർ ഓൾ എൻ ഇൻഡിവിജ്വൽ ഹു ഓൺസ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഹു ഗെറ്റ്സ് പ്രോഫിറ്റ് ആസ് റിട്ടേൺ. വെൻ ഇറ്റ് കംസ് ടു വർക്കർ ഹു ഗെറ്റ്സ് വേജ് ആസ് റിട്ടേൺ. സോ മാർജിനൽ ട്രഡീഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്കണോമി എപ്പോഴും ഒരു ഹാർമോണിയസ് സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ക്ലാസിക്കൽ നിങ്ങൾ നോക്കുമ്പോൾ ഇഫ് യു റീഡ് സ്മിത്ത്, റിക്കാർഡോ, ദേ ആർഗ്യൂ ദാറ്റ് വർക്കേഴ്സ് ആർ എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഓൾ ദോസ് ആസ്പെക്ട്സ്. ബട്ട് മാർജിനൽ ട്രഡീഷനിൽ എക്സ്പ്ലോയിറ്റേഷൻ കുറച്ചുകൂടി എന്താണ് എക്കണോമി ഒരു ഹാർമോണിയസ് സിറ്റുവേഷൻ ആണ്, എപ്പോഴും ഇക്വിലിബ്രിയത്തിലാണ്. ഐ മീൻ ഇപ്പോൾ വർക്കേഴ്സ് ആണ് അവർക്ക് വേജ് കിട്ടുന്നു, ക്യാപിറ്റലിസ്റ്റ് ആണ് പ്രോഫിറ്റ് കിട്ടുന്നു, എല്ലാവർക്കും റിട്ടേൺ കിട്ടുന്നു, ഇതിൻ്റെ ഇക്വിലിബ്രിയം വരുന്നു, എല്ലാവരും റാഷണൽ ചോയ്സ് ആണ്. ഐ മീൻ ഇപ്പോൾ വർക്കേഴ്സ് എപ്പോഴും വേജ് മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നു, ക്യാപിറ്റലിസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നു, കൺസ്യൂമേഴ്സ് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇതിലെല്ലാം ഒരു ഇക്വിലിബ്രിയം വരും. ഓക്കെ, അതിന്റെ ഒരു മെയിൻ ഓതേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാലി ഷവോ, ലിയോൺ വാലറേഷൻ ഇക്വിലിബ്രിയം, ദെൻ കാൾ മെങ്കർ. ഓക്കെ, ഈ ഒരു പീരീഡ് കാൾ മെങ്കർ ആണ് പിന്നീട് ഈ ഓസ്ട്രിയൻ സ്കൂളിനൊക്കെ ഇൻഫ്ലുവൻസ് ആണ് ഓതർ. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം വരുന്നതാണ് മാർക്സ് ക്രിറ്റിക് ഓഫ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി. ഞാൻ പറഞ്ഞു ഈ ആക്ച്വലി ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി, ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പേര് കൊടുക്കുന്നത് മാർക്സ് ആണ്. മാർക്സിന് മുന്നേ വരെയുള്ള തിയറീസ്, അതായത് ഈ ഒരു സ്മിത്ത്, റിക്കാർഡോ, ഇതിനാണ് മാർക്സ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി എന്ന് വിളിക്കുന്നത്. അതിന്റെ ഒരു ക്രിറ്റിക് ആണ് മാർക്സിൻ്റെത്. മാർക്സിനും ലേബർ തിയറി ഓഫ് വാല്യൂ ഉണ്ട്. ദെൻ മാർക്സ് എന്താണ് കുറച്ചുകൂടി അതിന്റെ ഒരു എക്സ്പ്ലോയിറ്റീവ് സൈഡ് ഫോക്കസ് കൊടുക്കും. അതായത് ഈ പ്രോഫിറ്റ് എന്താണ് പ്രൊഡക്ഷനിൽ നിന്നാണ്. ഐ മീൻ ഈവൻ മാർജിനൽ സ്റ്റഡീസിന് പ്രോഫിറ്റ് പിന്നീട് എക്സ്ചേഞ്ചിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ മീൻ ഈ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമി ദെൻ മാർക്സ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിലാണ് ബേസിക്കലി എന്ത് പ്രോഫിറ്റ് പ്രൊഡക്ഷനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. മാർക്സിന് എന്താണ് കുറച്ചുകൂടി അത് വർക്കേഴ്സ് എക്സ്പ്ലോയിറ്റഡ് ആണ്, പ്രോഫിറ്റ് എന്താണ് വർക്കേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂവിനെക്കാളും കുറവ് അവർക്ക് വേജ് കിട്ടുമ്പോഴാണ് പ്രോഫിറ്റ് എമേജ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റിന്റെ ഒറിജിനേഷൻ ഒക്കെ ആ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോയിന്റ് എന്താണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഏലിയനേഷൻ, വർക്കേഴ്സ് ആർ ഏലിയനേറ്റഡ്. ഇൻ ദ സെൻസ് എന്താണ് വർക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ തന്നെ കൺസ്യൂം ചെയ്യുന്നില്ല, പകരം അവരുടെ ഒരു ലേബർ എന്താണ് ഏലിയനേറ്റഡ് ആണ്. ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ക്ലാസുകൾ. പിന്നെ മാർക്സിന്റെ വർക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ക്യാപിറ്റൽ, തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂ, സംടൈംസ് എന്താണ് നെറ്റിൽ ഓഫ്റ്റൻ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഗുന്തറിസത്തിന് മാർക്സിന്റെ വർക്കുകളൊക്കെ നോക്കണം. ഓക്കെ, അപ്പൊ മാർക്സിന്റെ ആക്ച്വലി ഒരു ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിക്ക് ക്രിറ്റിക് ആയിട്ട് ഓക്കെ വരുന്നത് മിഡ് 19th സെഞ്ചുറി. ദെൻ വരുന്നതാണ് നിയോ ക്ലാസിക്കൽ സ്കൂൾ. നമ്മളിപ്പോ ഈ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന യൂട്ടിലിറ്റി അനാലിസിസ്, ഹൈപ്പർ റാഷണൽ ഇൻഡിവിജ്വൽ, ഇക്വിലിബ്രിയം മെത്തേഡ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനാലിസിസ്, സ്റ്റേസ് ലോ. ഓക്കെ, ഇതിന്റെ ഒരു കീ ടേക്ക് അവേസ് അതാണ്. ഇപ്പൊ നിയോ ക്ലാസിക്കൽ സ്കൂൾ ആക്ച്വലി ഇസ് എ കണ്ടിന്യൂഷൻ ഓഫ് മാർജിനൽ ട്രഡീഷൻ. ഓക്കെ, മാർജിനൽ ട്രഡീഷൻ ഇസ് ഫിലോസഫിക്കലി അതിന്റെ ഒരു ഈ സബ്ജക്റ്റീവ് തിയറി ഓഫ് വാല്യൂ, മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വൽസ്, ഫിലോസഫിക്കലി ഇത് എമേജ് ചെയ്യുന്നത് ഈ മാർജിനൽ സ്റ്റഡീസ് ആണ്. പിന്നീട് അതിൽ എക്കണോമിക്സിൽ അതിന്റെ ഒരു ഐ മീൻ കുറച്ചുകൂടി ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കൽ ഇതിലേക്ക് അത് ഡെവലപ്പ് ആവുന്നത് നിയോ ക്ലാസിക്കൽ സ്കൂളാണ്. ഐ മീൻ ഇറ്റ്സ് ആക്ച്വലി ദ സെയിം. ഓക്കെ, ഐ മീൻ മാർജിനൽ സ്റ്റഡീസിന് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ടൈം പീരീഡിലുള്ള ഒരു നെയിം ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നീട് നിയോ ക്ലാസിക്കൽ പേര് ഈ സാമുൽസൺ ആണ് ഇതിന് കൊടുക്കുന്നത്. പിന്നീട് അതൊരു ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ടായി വരുന്നു. ഇതിന്റെ ആർഗ്യുമെന്റ് എന്താണ് യൂട്ടിലിറ്റി അനാലിസിസ്. നമ്മൾ ഈ ടെക്സ്റ്റിൽ കാണുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന മൈക്രോ എക്കണോമിക്സ് ഒക്കെ ഈ നിയോ ക്ലാസിക്കൽ ആർഗ്യുമെന്റ്സുകളാണ്. മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വലിസം, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, പ്രൈസ് ഒക്കെ എപ്പോഴും സപ്ലൈ ഡിമാൻഡിനനുസരിച്ച് ഡിറ്റർമൈൻ ചെയ്യുന്നു. സപ്പോസ് ഇഫ് എന്താണ് വർക്കേഴ്സിന് ഹയർ ഐ മീൻ ലെറ്റ്സ് സേ അൺഎംപ്ലോയ്മെന്റ് ഈസ് ഹൈ, സോ റിയൽ വേജ് ഗോ ഡൗൺ ചെയ്യും. അപ്പൊ എന്താവും കൂടുതൽ ആൾക്കാർ എംപ്ലോയിഡ് ആവും. ഓക്കെ, ആ ഒരു ആർഗ്യുമെന്റ്സ് ഒക്കെ. പിന്നീട് വരുന്നതാണ് കീൻഷ്യൻ റെവല്യൂഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതിന് മുന്നേ കെൽസിയൻ തോട്ട് ഉണ്ട്, ഞാനത് ഡിസ്കസ് ചെയ്യാം. സോ കീൻഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് കീൻസിന്റെ വർക്ക് വരുന്നത് അറൌണ്ട് 1940s അതായത് ഈ 1928 ഗ്ലോബൽ ക്രൈസിസ്, 1930s ക്രൈസിസിന് ശേഷം എന്താണ് ഈ എക്സിസ്റ്റിംഗ് എക്കണോമിക് ഡൊമിനിങ് തോട്ട്സ്, സ്കൂൾസ് ഓഫ് തോട്ടിന് എന്താക്കാൻ പറ്റില്ല, ഇതിനൊരു ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ക്രൈസിസിൽ നിന്ന് വേൾഡ് എന്താകാൻ പറ്റുന്നില്ല, കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ഇഷ്യൂ, ആ ഒരു ടൈം പീരീഡിലാണ് കെയ്ൻസ് എന്താക്കുന്നത് ജനറൽ തിയറി പബ്ലിഷ് ചെയ്യുന്നത്. സോ കെയ്ൻസിന്റെ ആർഗ്യുമെന്റ് എന്താണ്, ഇതുവരെ ഞാൻ പറഞ്ഞു നിയോ ക്ലാസിക്കലിന്റെ ഒരു ആർഗ്യുമെന്റ് എന്താണ്, സ്റ്റേസ് ലോ ആണ്. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സോ ഡിമാൻഡ്
ഹാസ് നെവർ ബീൻ എ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ സപ്ലൈ തന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡിമാൻഡ് പ്രോബ്ലം. പക്ഷെ കെയ്ൻസ് വന്നിട്ട് എന്താണ്, ഈ സേസ് ലോനെ റിജക്ട് ചെയ്യും. ഇനി ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യും. അതായത് കെയ്ൻസിന്റെ എക്സ്പ്ലനേഷൻ ക്രൈസിസ് ഉണ്ടാവാനുള്ള കാരണം ഡിമാൻഡ് കുറഞ്ഞുള്ളതാണ്. സോ ഡിമാൻഡ് കുറയാനുള്ള പല രീതിയിൽ കുറയും. ഫോർ എക്സാമ്പിൾ വർക്കേഴ്സിന് കുറച്ച് വേജ് കിട്ടും, അവർ ഡിമാൻഡ് ചെയ്യുന്ന കൺസംഷൻ എന്തായിരിക്കും, അവരുടെ കൺസംഷൻ കുറയുമ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റും കുറയും. അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ നടക്കാതിരിക്കും. അപ്പൊ ഈ സപ്ലൈ ഇതിൽ നിന്ന് മാറി ഡിമാൻഡ് സൈഡിലേക്ക് കെയ്ൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതിനാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് മൾട്ടിപ്ലയർ. ഇപ്പൊ ഈ ഒരു അനാലിസിസ് കെയ്ൻസ് എന്താകുന്നു, ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാൻ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണമെന്ന് പറയും. സോ നിയോ ക്ലാസിക്കൽ ഇതൊക്കെ എന്താണ്, ലേസി ഫെയർ സിസ്റ്റം ആണ്. അതായത് ഗവൺമെന്റ് എന്താവണം, സെറ്റ് ബാക്ക് ചെയ്യണം, ഗവൺമെന്റ് ഇന്റർവ്യൂൻ ചെയ്യരുത് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. ബട്ട് കെയ്ൻസ് എന്താണ്, ഗവൺമെന്റ് ഇന്റർവ്യൂൻ ചെയ്യണം. ഫിസിക്കൽ പോളിസി, കെയ്ൻസ് ആണ് ഈ ഫിസിക്കൽ പോളിസി ഒക്കെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഗവൺമെന്റ് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണം. സോ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താവും, കൂടുതൽ കൺസംഷൻ നടക്കും, അപ്പോൾ മൾട്ടിപ്ലയർ എഫക്ട് നടക്കും, കൂടുതൽ എംപ്ലോയ്മെന്റ് വരും. ഓക്കെ, ആർക്കാണ് ഇൻട്രസ്റ്റിംഗ്. അപ്പൊ കെയ്ൻസിന്റെ കുറച്ചുകൂടി ഒരു ഷോർട്ട് റൺ അനാലിസിസ് ആണ്. കെയ്ൻസിന്റെ ഫേമസ് ഡിക്റ്റ് ഉണ്ടല്ലോ, അതായത് ഇൻ ദ ലോങ് റൺ വി ഓൾ ആർ ഡെഡ്. ഷോർട്ട് റൺ അനാലിസിസ് ആണ് കെയ്ൻസ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കെയ്ൻസിന്റെ ഒരു ഗ്രോത്ത് തിയറീസ് ഒന്നും കെയ്ൻസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, കാരണം കെയ്ൻസിന്റെ ലോങ് റൺ അനാലിസിസ് വരുന്നില്ല. ഇതേ ഒരു ടൈമിൽ തന്നെയാണ് ഈ കലസ്കിയൻ സ്കൂൾ ഓഫ് തോട്ട്. ആക്ച്വലി കലസ്കി ഒരു പോളിഷ് എക്കോണമിസ്റ്റ് ആയിരുന്നു ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻഫാക്ട് കെയ്ൻസിന് മുന്നേ കലസ്കി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കലസ്കിന്റെ തിയറീസുകളൊക്കെ. ബട്ട് ഒരു പോളിഷ് ലാംഗ്വേജിലായി എഴുതിയത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. ഇപ്പൊ കലസ്കിന്റെ സ്കൂൾ ഓഫ് തോട്ടിൽ കെയ്ൻസിൽ നിന്നൊരു ഡിഫറെന്റ് ആയിട്ടില്ല. യു സീ ദ സെയിം തിങ്, സേസ് ലോ, ഡിഗ്രി ഓഫ് മൊണോപ്പൊളി, അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഓൾ ദോസ് ആസ്പെക്ട്സ്. ബട്ട് കലസ്കിന്റെ കുറച്ചൊരു ക്ലാസ് ഓറിയന്റഡ് ആണ്. ഇപ്പൊ കെയ്ൻസ് ആസ് എ കാംബ്രിഡ്ജ് ആ കാലഘട്ടത്തിൽ ഈ മാർഷാലിന്റെ പിഗുവിന്റെ ഒക്കെ ഫോളോവേഴ്സ് ആയിട്ട് വരുമ്പോൾ കെയ്ൻസിന്റെ ബുക്കിൽ എന്താണ്, കുറച്ചുകൂടി ഒരു ഇൻഡിവിജ്വൽ ഓറിയന്റഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വരുന്നത്. വെൻ ഇറ്റ് കംസ് കലസ്കി ഈസ് ആക്ച്വലി എ ട്രെയിൻഡ് മാർക്സിസ്റ്റ്. അപ്പൊ മാർക്സിന്റെ വർക്കിൽ നിന്നാണ് കലസ്കി എക്കണോമിക്സ് കൺസെപ്റ്റുകൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലസ്കിന്റെ ഒരു വർക്ക്സിലൊക്കെ ഒരു ക്ലാസ് അനാലിസിസിലായിരിക്കും. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഇൻഡിവിജ്വലിസം. ഓക്കെ, അപ്പൊ കലസ്കി ഇതിന് മുന്നേ എഴുതിയിട്ടുണ്ട്. പിന്നീട് കലസ്കിയും കെയ്ൻസും എന്താണ്, ഒരു ബ്രോഡറിൽ നോക്കുമ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ അവരുടെ വർക്കും ആൾമോസ്റ്റ് സിമിലർ ആണ്. എന്താണ് മെയിൻ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ഈ ഒരു മെത്തഡോളജിക്കൽ ഫിലോസഫിക്കൽ സ്റ്റാൻഡ് പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു റെവല്യൂഷണറി അണ്ടർസ്റ്റാൻഡിങ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ കെയ്ൻസിന്റെ വർക്കിന് ശേഷം ഒബ്വിയസ്ലി കെയ്ൻസിന്റെ വർക്ക്, ദ റീസൺ വൈ ഇറ്റ്സ് കോൾഡ് കെയ്ൻസിയൻ റെവല്യൂഷൻ എന്ന് വെച്ചാൽ കെയ്ൻസിന്റെ വർക്കിന് അക്സെപ്റ്റൻസ് കിട്ടും. കാരണം കെയ്ൻസിന് എന്താണ്, ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റി, എന്താണ് ഈ ക്രൈസിസിൽ നിന്ന് എങ്ങനെ കൺട്രീസിനെ സേവ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു 1950s to 75 പിന്നീട് ഒരു ഓയിൽ ക്രൈസിസ് നടക്കുന്നവരെ എക്കണോമിക്സിലും ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് കെയ്ൻസിയൻ എക്കണോമിക്സ് ആയിരുന്നു. ബട്ട് ഇൻഫാക്ട് കെയ്ൻസിന്റെ വർക്ക് നിങ്ങൾ വായിച്ചാൽ കെയ്ൻസിന്റെ at the same time you see a methodological individualism, and other side you see Keynes as a more radical economist. അതായത് കെയ്ൻസിന്റെ ഒരു ചില ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ കെയ്ൻസ് ആസ് എ ഫോളോവർ ഓഫ് മാർഷൽ, പിഗു, ഓൾ ദീസ് ഓദർ, അതായത് ഒരു മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വലിസം ആ ഒരു ആസ്പെക്ട്സിലാണ് കെയ്ൻസിന്റെ വർക്ക് വരുന്നത്. മറ്റൊരു ലേറ്റർ ചാപ്റ്റേഴ്സിലേക്ക് കെയ്ൻസ് നോക്കുമ്പോൾ കെയ്ൻസ് ഒരു മോർ റാഡിക്കൽ ഓദറായിട്ട് കാണാം. കെയ്ൻസ് കുറെ സ്റ്റേറ്റ് സ്പെൻഡിങ്, ലേസി ഫെയറിനൊക്കെ എതിരായിട്ട് കുറെ സംസാരിക്കുന്ന ആ ഒരു വർക്കിൽ വരും. അതുപോലെ തന്നെ ഈ കെയ്ൻസ് ആക്ച്വലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചില നെറ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോക്കിയാൽ ഈ ക്ലാസിക്കൽ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ വരാറുണ്ട് പേര്. ഈ കെയ്ൻസ് ആക്ച്വലി ക്ലാസിക്കൽ സ്കൂൾ എന്ന് വിളിക്കുന്നത് കെയ്ൻസിന്റെ പ്രെഡസേഴ്സ് ആണ്. അതായത് മാർഷൽ, പിഗു, അതായത് കാംബ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ഈ നിയോ ക്ലാസിക്കൽ സ്കൂൾ. ഓക്കെ, അവരെയാണ് കെയ്ൻസ് ആക്ച്വലി ക്ലാസിക്കൽ സ്കൂൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്ലാസിക്കൽ രണ്ട് സ്കൂൾ ഓഫ്റ്റൻ കൺഫ്യൂസിംഗ് ആണ്. ഇപ്പൊ മാർക്സ് വിളിക്കുന്നതാണ് ക്ലാസിക്കൽ എന്ന് പറയുന്നത് ഈ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമി, ഈസ് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിക്സ് വിത്ത് റിക്കാർഡോ. ബട്ട് കെയ്ൻസിന്റെ വേർഡ്സിൽ ക്ലാസിക്കൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, പിഗു, മാർഷൽ ഇവരൊക്കെയാണ്. അപ്പോൾ നെറ്റിന്റെ ഇതിൽ ക്ലാസിക്കൽ സ്കൂളിൽ കുറച്ചുകൂടി വന്നാൽ നിങ്ങൾ നോക്കണം, കുറച്ചുകൂടി ചാൻസ് ഉള്ളത് എന്താണ്, നിയോ ക്ലാസിക്കൽസ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ്, വിച്ച് ഈസ് കുറച്ചുകൂടി ആ ഒരു 1950s മുള്ള കെയ്ൻസ് വരുന്നതിന് മുന്നുള്ള കാംബ്രിഡ്ജ് എക്കോണമിസ്റ്റ്. നിയോ ക്ലാസിക്കൽ കുറച്ച് 1950s ആ ഒരു ഇതിലാണ് കുറച്ചുകൂടി ആയിട്ട് ഡെവലപ്പ് ആവുന്നത്. സാമുൽസൺ, സോളോ, ഗ്രോത്ത് തിയറി ഒക്കെ ഉണ്ടത്. ഓക്കെ, അപ്പൊ കെയ്ൻസിന്റെ വർക്കിൽ നിന്ന്, അത് കെയ്ൻസിന്റെ വർക്ക് അക്സെപ്റ്റൻസ് കിട്ടിയെങ്കിലും കെയ്ൻസിന്റെ വർക്കിൽ നിന്ന് രണ്ട് ഡീവിയേഷൻ നടക്കും. ഓക്കെ, ഒരു ഒരു സ്ട്രാൻഡ് ഓഫ് കെയ്ൻഷ്യൻസ് എന്താണ്, ഈ ഇതിനൊരു സിന്തസിസ് ചെയ്യും. നിയോ ക്ലാസിക്കൽ തിയറീസിനെയും കെയ്ൻസിന്റെ തിയറീസ് ഒരു സിന്തസിസ് നടക്കും. അതായത് കെയ്ൻസിന്റെ തിയറിയിൽ സോക്കാൾഡ് കെയ്ൻസ് എന്ന് വിളിച്ചിരുന്നത് എന്താണ്, മെയിൻലി ഒരു മെയിൻ സ്ട്രീം തിയറീസ് ആയി മാറും, അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ തിയറീസ് ആയി മാറും. ഇതിൽ നിന്ന് ഡൈവേർട്ട് ആവുന്ന കെയ്ൻസ് ആർഗ്യും അല്ലെങ്കിൽ കെയ്ൻഷ്യൻസ് ആണ് ഈ പോസ്റ്റ് കെയ്ൻഷ്യൻസ് എന്ന് പറയുന്നത്. സോ പോസ്റ്റ് കെയ്ൻഷ്യൻ കുറച്ചുകൂടി കെയ്ൻസിന്റെ റാഡിക്കൽ ആസ്പെക്ട്സിൽ നോക്കിയിട്ട്, അല്ലെങ്കിൽ പോസ്റ്റ് കെയ്ൻസ് എന്ന് പറയുന്നത് കലസ്കിയുടെയും കെയ്ൻസിന്റെ സ്കൂൾ ഓഫ് തോട്ട് മെർജ് ചെയ്തിട്ട് സിന്തസിസ് വന്നിട്ടാണ് ഈ പോസ്റ്റ് കെയ്ൻഷ്യൻ വരുന്നത്. അപ്പൊ അവരിൽ കുറച്ചുകൂടി റാഡിക്കൽ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ആണുള്ളത്. ബട്ട് കെയ്ൻസ് സോക്കോൾഡ് കെയ്ൻഷ്യൻ എന്താ ഒരു ന്യൂ ക്ലാസിക്കൽ സിന്തസിസ് നടക്കും. പോസ്റ്റ് കെയ്ൻഷ്യന്റെ അണ്ടർസ്റ്റാൻഡിംഗ് നോക്കുകയാണെങ്കിൽ അവരെന്താണ് ലോങ് റൺ അനാലിസിസ് ഉണ്ട്,
അതുപോലെ തന്നെ അവർ ഗ്രോത്ത് തിയറീസുകൾ ഡെവലപ്പ് ചെയ്യും. ഇത് മണി എന്താണ്, എൻഡോജിനസ് മണി, കാൾഡറിന്റെ ഫേമസ് എൻഡോജിനസ് മണി തിയറി പേപ്പർ. ദെൻ ക്ലാസ് കോൺഫ്ലിക്റ്റ് അവരുടെ അണ്ടർസ്റ്റാൻഡ്, മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വൽസ് എന്ന് മാറി ക്ലാസ് കോൺഫ്ലിക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത് കലസ്കിയുടെയും കെയ്ൻസിന്റെ ഒരു സിന്തസിസ് നടക്കുന്നു. പിന്നീട് ഈ അൺസർട്ടിനിറ്റി, കെയ്ൻസിലുള്ള അൺസർട്ടിനിറ്റി കൺസെപ്റ്റ്, അതൊന്ന് എക്സ്പെക്ടേഷൻ, ഈ ഒരു ആർഗ്യുമെന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ആക്ച്വലി പോസ്റ്റ് കെയ്ൻസിന് ഈ ISLM കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യും. നമ്മളിപ്പോൾ പഠിക്കുന്ന ISLM ആക്ച്വലി മാർക്സ് കെയ്ൻസ് ഹിംസെൽഫ് ഹാസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ഇറ്റ്. സോ ആ ഒരു സിന്തസിസിന്റെ കാരണമായിട്ടാണ് ഈ ISLM മോഡലൊക്കെ കെയ്ൻസിന്റെ പേരിൽ വരുന്നത്. പോസ്റ്റ് കെയ്ൻസിൻസ് എന്താകും, ഇത് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യും ഈ ഒരു കെയ്ൻസ് വർക്ക്. അത് കെയ്ൻസിനെ നല്ല രീതിയിൽ മിസ്ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നു പറഞ്ഞിട്ട് ഇവർ വേറെ സ്കൂൾ ഓഫ് തോട്ട് പിന്നെ അതിലുള്ള മെയിൻ ഓതേഴ്സ് ആണ് കാൾഡർ, റോബിൻസൺ, മിൻസ്കി. ഓക്കെ, അപ്പൊ ഈ 1975 ഞാൻ പറഞ്ഞു അടുത്തത് ക്രൈസിസ് നടക്കുന്നത്, റൈറ്റ്? ആ ഒരു പീരീഡിലാണ്, പോസ്റ്റ് കെയ്ൻസിനും ആ ഒരു 75-80s പീരീഡിൽ തന്നെയാണ് ഡെവലപ്പ് ആവുന്നത്. മോണിറ്ററി സ്കൂൾ ഓഫ് തോട്ട് എമർജ് ചെയ്യും. സോ മോണിറ്ററി സ്കൂൾ ഓഫ് തോട്ട് ആസ് എ റെസ്പോൺസ് ടു കെയ്ൻസിയൻ എക്കണോമിക്സ്. അതായത് 1975 ഇൻഫ്ലേഷൻ ഒരു മെയിൻ ഇഷ്യൂ ആയി വരുന്നത്. ഓയിൽ ക്രൈസിസ് നടക്കും, ഓയിലിന്റെ പ്രൈസ് റൈസ് ചെയ്യും, ഇൻഫ്ലേഷൻ എല്ലാ കൺട്രീസും ഉണ്ടാക്കും, ഇൻഫ്ലേഷണറി ക്രൈസിസ് ഫേസ് ചെയ്യും. ആ ഒരു കേസിലാണ് മോണിറ്ററി സ്കൂൾ എന്താണ് ഈ ഡെവലപ്പ് ആവുന്നത്. അവർ മെയിൻ എന്താണ്, അവർ പിന്നീട് ഒരു ലേസേ ഫെയർ സിസ്റ്റത്തിലേക്ക് എക്കണോമി മാറണം എന്നുള്ളത് അഡ്വക്കേറ്റ് ചെയ്യും. ഇപ്പൊ കെയ്ൻസിന് ഞാൻ പറഞ്ഞ ആ ടൈമിൽ ഒരു വെൽഫെയർ സിസ്റ്റം, സോ കോൾഡ് വെൽഫെയർ സിസ്റ്റം ആയിരുന്നു. ഇൻ ദ സെൻസ് എന്താണ്, ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നു കൂടുതൽ, എന്താ പറയാ, വർക്കേഴ്സിന്റെ കൺസംഷൻ റേറ്റ്സിനും റിയൽ വേജ് ഇൻക്രീസ് ആവുന്നു. ഇപ്പൊ മോണിറ്ററി സ്കൂൾ ആർഗ്യൂ ചെയ്യുന്നുണ്ട് ഇതാണ് ഇൻഫ്ലേഷന് കാരണം, ഗവൺമെന്റ് സ്പെൻഡിങ് ഇസ് നെസസറി ഇൻഫ്ലേഷനറി. മോണിറ്ററി സ്കൂൾ ആർഗ്യൂ ചെയ്യുന്നത് മണി സപ്ലൈ റൈസ് ആവുന്നത് കൊണ്ടാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനറി ടെൻഡൻസി വരും. അപ്പോൾ എന്താക്കണം, ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കണം. മോണിറ്ററി സ്കൂളിൽ എന്താക്കും, ഈ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ തിയറി, നിങ്ങൾ ഫിലിപ്പ് തിയറി പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ റെസ്പോൺസ് ആയിട്ട് വരുന്ന അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ, ഇൻഫ്ലേഷനറി തിയറീസ് ഉണ്ടാവും. അപ്പൊ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ഇതൊക്കെ ഇതിന്റെ ഒരു കീ ടേക്ക് അവേഴ്സ് ആണ് മോണിറ്ററി സ്കൂളിന്റെ. സോ 1950s ഓയിൽ ക്രൈസിന് ശേഷം അതിൽ ഒരു ഡൊമിനന്റ് സ്കൂൾ ഓഫ് തോട്ട് ആയി വരുന്നത്. ബട്ട് മോണിറ്ററി സ്കൂൾ ഓഫ് തോട്ട് ഫെയിൽ ഡൗൺ 1980s. ഇവരുടെ ഒരു മെയിൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, അതായത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യണം, മണി സപ്ലൈ കൺട്രോൾ ചെയ്യണം. സോ ഇൻഫ്ലേഷന്റെ മെയിൻ റീസൺ എന്താണ്, സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ റേസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ സെൻട്രൽ ബാങ്ക് എന്താക്കണം, മണി സപ്ലൈ കൺട്രോൾ ചെയ്യണം, കൺട്രോൾ ചെയ്ത ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് എന്താണ്, എംപിരിക്കൽ അത് ഫെയിൽഡ് ആയി. കാരണം മോണിറ്ററി സ്കൂൾ ആസ് മോണിറ്ററി സ്കൂൾ ആർഗ്യൂഡ് ഇത് എന്താക്കാൻ പറ്റത്തില്ല, മണി സപ്ലൈ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ അതാണ് ഈ മണി ഡിമാൻഡ്, എൻഡോജിനസ് മണി എപ്പോഴും എൻഡോജിനസ് ആയിരിക്കും. അപ്പോൾ ഈ മോണിറ്ററി സ്കൂൾ എന്താണ് ഫെയിൽഡ് ആവുന്നത് 80s തന്നെ. ബാങ്ക് എന്താവും, ബാങ്ക് ഫെയിൽ ടു കൺട്രോൾ മണി സപ്ലൈ. ഇതിന് റെസ്പോൺസ് ആയിട്ട് വിത്തിൻ മെയിൻ സ്ട്രീമിൽ തന്നെ വരുന്ന അടുത്തൊരു സ്കൂൾ ഓഫ് തോട്ടാണ് ന്യൂ ക്ലാസിക്കൽ. സോ ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നെറ്റിൽ വന്നതാണ്. സോ ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് എന്താണ്, ഇവര് കുറച്ച് ഇവരൊരു പോളിസി ഇൻഎഫക്റ്റീവ്നെസ്, അതായത് ഒരു മാക്രോ അനാലിസിസ്. ഇപ്പൊ നിങ്ങൾ മോണിറ്ററിസം ആണെങ്കിലും കെയ്ൻസിയൻ തിയറി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു മാക്രോ അനാലിസിസ് ആണ്. സോ ന്യൂ ക്ലാസിക്കൽ ആക്ച്വലി എന്താക്കും, ഒരു മൈക്രോ ഫൗണ്ടേഷനെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അവര് ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ പോളിസി ഇൻഎഫക്റ്റീവ്നെസ്. അതായത് ഇപ്പോൾ ഈവൻ മോണിറ്ററിസ്റ്റ് ആർഗ്യുമെന്റ് എന്താണ്, സെൻട്രൽ ബാങ്ക് പോളിസി കൺട്രോൾ ചെയ്യണം. ബട്ട് ന്യൂ ക്ലാസിക്കൽ ആ ഒരു ടൈമിൽ എന്താ ആർഗ്യൂ ചെയ്യും, പോളിസി ഇൻഎഫക്റ്റീവ്. അതായത് അവരുടെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും റാഷണലി ആണ് ആക്ട് ചെയ്യുക, റാഷണൽ എക്സ്പെക്ടേഷൻ. ഈവൻ ഇഫ് സെൻട്രൽ ബാങ്ക് എന്താണ് ഇൻഫ്ലേഷനറി ടാർഗറ്റിങ്ങോ അല്ലെങ്കിൽ മണി സപ്ലൈ കൺട്രോളിങ് എന്തൊരു പോളിസി കൊണ്ടുവന്നാലും ഇതിലെ ഇൻഡിവിജ്വൽ എന്താക്കും, അതിന് അത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പല ലെറ്റ്സ് എന്താണ് പോളിസികൾ അവർ തന്നെ. ലെറ്റ്സ് ബാങ്ക് ഇപ്പോ സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നു വിചാരിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിവേഴ്സ് റെപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു വിചാരിക്കും. അപ്പൊ ഇത് എന്താവും, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ലെൻഡിങ് ആക്ടിവിറ്റിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ ഇൻഎഫക്റ്റീവ്നെസ് ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താകും, ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് അവരെ പോളിസി അതിന് മുന്നേ തന്നെ പല രീതിയിൽ അതെന്താകും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഈ പോളിസി എന്താവും, ഇൻഎഫക്റ്റീവ് ആവും. ഓക്കെ, പിന്നെ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചാൽ മാക്രോ അനാലിസിസ് എപ്പോഴും മൈക്രോ ഫൗണ്ടേഷൻ ആണ്. ഇൻ ദ സെൻസ് എന്താണ്, മാക്രോ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അഗ്രിഗേറ്റ് ഓഫ് മൈക്രോ. ഓക്കെ, നിങ്ങൾ കെയ്ൻസും മോണിറ്ററിസം സ്കൂൾ ഓഫ് തോട്ട് മോണിറ്ററിസം നോക്കിയാലും ഒരു മാക്രോ അനാലിസിസ് ആണ്. സോ എന്താണ്, ദ സം ഓഫ് ദ പാർട്ട് ഈസ് നെവർ ഈക്വൽ ടു ദ ഹോൾ. ഓക്കെ, ബട്ട് ന്യൂ ക്ലാസിക്കലിൽ എന്താണ്, മൈക്രോ ഫൗണ്ടേഷൻ ആണ്. മൈക്രോ ആസ്പെക്ട്സിൽ സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ ഒരു അഗ്രിഗേറ്റ് മാത്രമാണ് മാക്രോ വരുന്നത്. ഫ്രീ മാർക്കറ്റ് ആർഗ്യുമെന്റ് ഉണ്ടോ. ഇതിൽ മെയിൻ തിയറിസ്റ്റ് ആണ് റോബർട്ട് ബാരോന്റെ ബുക്ക് ഫോളോ ചെയ്യുന്നതാണ് എക്കണോമിക്സിൽ. ലൂക്ക ക്രിറ്റിക് ഒക്കെ വളരെ ഫേമസ് ആണ്.
പിന്നീട് വരുന്നതാണ് ഈ റിവൈവൽ ഓഫ് സർപ്ലസ് അപ്രോച്ച്, ഐ മീൻ ഹെറ്ററോഡോക്സ് സ്കൂൾ ഓഫ് തോട്ടിൽ, അതായത് പോസ്റ്റ് കെയ്ൻഷ്യൻ സ്കൂളിന് ശേഷം ഈ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ, ഐ മീൻ ഇറ്റ്സ് നോട്ട്, ഐ മീൻ പോസ്റ്റ് കെയ്ൻഷ്യൻ സ്കൂൾ ഓഫ് തോട്ടൊക്കെ ഇപ്പോഴും ഐ മീൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ്. ഓക്കെ, റിവൈവൽ ഓഫ് സർപ്ലസ് അപ്രോച്ച് ആണ് ഈ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിയുടെ ഒരു റിവൈവൽ വരും. ഓക്കെ, നമ്മൾ പഠിച്ച് ഈ ഷ്രാഫയുടെ വർക്കിലൂടെ ഷ്രാഫ റിക്കാർഡോന്റെ വർക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ഈ സർപ്ലസ് അപ്രോച്ച്, അതായത് എന്താണ്, ഈ ഒരു പ്രൊഡക്ഷനിൽ തന്നെ ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് വരുന്നു, അല്ലെങ്കിൽ ഈ സർപ്ലസ് ഇൻ ദ സെൻസ് എന്താണ്, ഈ ഈവൻ കെയ്ൻസ് നിങ്ങൾ എടുത്താലും ഒക്കെ എക്സ്ചേഞ്ചിലാണ് അനാലിസിസ് നടക്കുന്നത്, പ്രൈസ് പ്രോഫിറ്റ് ഈ ഒരു ആസ്പെക്ട്സ്. സർപ്ലസ് അപ്രോച്ചിൽ എന്താണ്, എഗെയിൻ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിയുടെ അണ്ടർസ്റ്റാൻഡിങ്, പ്രൊഡക്ഷനിൽ നിന്നാണ് പ്രോഫിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷണൽ ആസ്പെക്ട്സ്, ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഈ സർപ്ലസ് അപ്രോച്ച് റിവൈവൽ ചെയ്യുന്ന ഷ്രാഫയുടെ വർക്കാണ്. ഇപ്പൊ യു ഹാവ് ന്യൂ ഷ്രാഫിയൻസ്, ന്യൂ റിക്കാർഡിയൻ സ്കൂൾ ഓഫ് തോട്ട് ഒക്കെ ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ടാണ്. ഇപ്പൊ ക്രിറ്റിക് ഓഫ് ന്യൂ ക്ലാസിക്കൽ ക്യാപിറ്റൽ തിയറി, ഈ ഒരു പീരീഡിലാണ് ആക്ച്വലി 1950s ആൻഡ് 60s എന്താണ് വലിയൊരു ഹ്യൂജ് കോൺട്രവേഴ്സി നടക്കുന്നത്, ക്യാപിറ്റൽ കോൺട്രവേഴ്സി എന്ന് പറയും. ഈ കാംബ്രിഡ്ജ് എക്കോണമിസ്റ്റുകളും അതായത് പോസ്റ്റ് കെയ്ൻഷ്യൻ ഷ്രാഫിയൻ സ്കൂൾ ഓഫ് തോട്ടും അതുപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടും തമ്മിൽ ഒരു ഡിബേറ്റ് വരുന്നുണ്ട്. അതിൽ ഈ നമ്മൾ ഐ മീൻ ഈ പ്രൊഡക്ഷൻ തിയറി ഉണ്ടല്ലോ, പ്രൊഡക്ഷൻ ഐ മീൻ എ ഈക്വൽ ടു എഫ് കെ എൽ, ഐ മീൻ വൈ ഈക്വൽ ടു എ ഇൻറ്റു എഫ് കെ എൽ, ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഈ ഒരു ഇതിൽ ക്യാപിറ്റലിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഇതിൽ ഈ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അതിലൊക്കെ ഐ മീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്രിറ്റിക് ഓഫ് ന്യൂ ക്ലാസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ആ ഒരു ഡിബേറ്റിനെയാണ് ബേസിക്കലി. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ തന്നെ ഒരു മെയിൻ സ്ട്രീമിലെ ഡൊമിനന്റ് സ്കൂൾ ഓഫ് തോട്ട് ഈ ഒരു 90s 2000 ആ ഒരു പീരീഡിൽ എമേജ് ചെയ്യുന്നതാണ് ന്യൂ കെയ്ൻഷ്യൻ സ്കൂൾ. ഇപ്പൊ നമ്മൾ ഈ ഇൻഫ്ലാഷണറി തിയറി ഒക്കെ പഠിക്കുമ്പോൾ ഈ ഇൻഫ്ലാഷണറി ടാർഗറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഇപ്പൊ കറന്റ് ഫോളോ ചെയ്യുന്ന ഇൻഫ്ലാഷൻ ടാർഗറ്റിംഗ് അപ്രോച്ച്, ഇതൊക്കെ ഈ ന്യൂ കെയ്ൻഷ്യൻ ആർഗ്യുമെന്റ് ആണ്. അതായത് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ന്യൂ കെയ്ൻഷ്യൻ മെയിൻ തിയറിസ്റ്റ് ആണ് സ്റ്റാൻലി ഫിഷർ, ഗ്രിഗറി മാൻക്യൂന്റെ ബുക്കാണ് നമ്മൾ പലതിലും റെഫർ ചെയ്യുന്നത് എക്കണോമിക്സിൽ. പിന്നീട് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ഒക്കെ ഒരു ഫേമസ് എക്കണോമിസ്റ്റ് ആണ്. ഇവരൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ ഇവരൊരു കെയ്ൻസിന്റെ വർക്കിനെയും, ഐ മീൻ ആക്ച്വൽ കെയ്ൻസിന്റെ വർക്കിനെയും ഒരു ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടെയും മെർജ് ചെയ്ത് സിന്തസിസ് ചെയ്തിട്ട് അവരെന്താണ് റാഷണൽ എക്സ്പെക്ടേഷൻ അതവർ ഐ മീൻ അഗ്രി ചെയ്യും. അതുപോലെ തന്നെ പ്രൈസ് ആൻഡ് വേജ് തിക്നെസ്, ഐ മീൻ കെയ്ൻസിന്റെ പ്രൈസ് ആൻഡ് വേജ് തിക്നെസ് ആർഗ്യുമെന്റ് അവരുടെ എടുക്കും. അതെല്ലാം കൂടി സിന്തസിസ് ചെയ്തിട്ട് ഒരു ന്യൂ കെയ്ൻസിയൻ സ്കൂള്. സോ ഐ മീൻ they argue that they represent Keynes work, but ഇതിലൊരു സിന്തസിസ് ആണ്. ന്യൂ ക്ലാസിക്കലും കെയ്ൻസിന്റെ വർക്ക് കൂടി ഒരു സിന്തസിസ് നടന്നിട്ട് അതിൽ മെയിൻ കീ ടേക്ക് അവേഴ്സ് ആണ് റേഷണൽ എക്സ്പെക്ടേഷൻ, പ്രൈസ് ആൻഡ് വേജ് തിക്നെസ്, മൈക്രോ ഫൗണ്ടേഷൻ, മെനു കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതൊരു ഹിസ്റ്റോറിക്കലി നിങ്ങൾ നോക്കുകയാണ്, ഇതിൽ തന്നെ നിങ്ങൾക്ക് പല സ്കൂൾ ഓഫ് തോട്ട് കാണാം. ഇപ്പൊ കറന്റ്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൊമിനന്റ് ആയിട്ടുള്ള ന്യൂ കെയ്ൻഷ്യൻ വിച്ച് ഇസ് മെയിൻ സ്ട്രീം തോട്ട്, ആൻഡ് യു ഹാവ് പോസ്റ്റ് കെയ്ൻഷ്യൻ, ഷ്രാഫിയൻ, മാർക്സിയൻ സ്കൂൾ ഓഫ് തോട്ട്. ഇതൊക്കെ ഇപ്പോഴും ഉള്ളതാണ്. ഐ മീൻ ഹിസ്റ്റോറിക്കലി ഇത് എമേർജ് ചെയ്തത് മാത്രമാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ഇത് ഇപ്പൊ ഇന്ന് ഇറലവെന്റ് ആണെന്നുള്ളതാണ്. സോ ഹിസ്റ്റോറിക്കലി ഇതെങ്ങനെ ഓരോ സ്കൂൾ ഓഫ് തോട്ട് ഫോം ചെയ്തെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ഒരു മെയിൻ പോയിന്റ്, അതായത് ഇതിന് മെയിൻ ആർഗ്യുമെന്റ് അല്ല, ഹിസ്റ്റോറിക്കലി ഇതെങ്ങനെ എമേർജ് ചെയ്തു, എന്തിന്റെ ഒരു റെസ്പോൺസ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ കണ്ടീഷനിൽ ഇതെങ്ങനെ എമേർജ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, സോ ഐ സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു.